മത്സരിക്കണം. എനിക്ക് അച്ഛന് ഭയങ്കര താല്പര്യമായിരുന്നു എന്നെ ഇലക്ഷനിൽ മത്സരിപ്പിക്കണം. ഇവിടെ നമ്മുടെ ഇപ്രാവശ്യത്തെ മെമ്പർമാരുടെ തന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ 2-3 പാർട്ടിക്കാരൻ്റെ അടുത്ത് വന്നിട്ട് അവരുടെ കൂടെ നിന്ന് അവരിൽ ഒരാളായിട്ട് സ്ഥാനാർത്ഥി ആവണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കൈകൂപ്പി, നടക്കില്ല. കാരണം നമ്മൾ ആരും അറിയാത്ത ഒരാളായിരുന്നെങ്കിൽ പോയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ അങ്ങനത്തെ ഒരു സിഗ്നേച്ചർ കൊടുത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ എക്സ്പോഷർ കാണിക്കാനും പറ്റില്ല രാഷ്ട്രീയപരമായി. അതുകൊണ്ട് തന്നെ ചേച്ചി ഇലക്ഷന് നിന്നിട്ടും ഇല്ല, മത്സരിച്ചിട്ടും ഇല്ല, റിസൾട്ട് വരുന്നെന്ന് പൊട്ടാൻ പോകുന്നുമില്ല അല്ലേ? കുറച്ച് വർഷങ്ങൾക്ക് മുന്നുള്ള ഒരു ഇന്റർവ്യൂവിൽ പുള്ളിക്കാരി പറഞ്ഞേക്കുന്ന കാര്യമാണ്, ഇരുമ്പൊലക്കൊന്നും അല്ലല്ലോ വാക്കല്ലേ, മാറാം. പുള്ളിക്കാരി അത് മാറ്റി. നമ്മുടെ പ്രശസ്തനായിട്ടുള്ള നിലപാട് സിംഹം അഖിൽ മാരാർജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓരോ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഓരോരോ നിലപാടുകൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നമ്മുടെ മാരാർജി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മാരാർജിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല. അന്നത്തെ സിഗ്നേച്ചർ ഇനി ഏത് രീതിയിൽ മാറ്റി എഴുതി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഇലക്ഷനൊക്കെ കഴിഞ്ഞു, നമ്മൾ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണല്ലേ. ഈ ഇലക്ഷൻ്റെ ഇവരുടെ ഈ ഒരു പ്രചരണ കോമഡികൾ നടത്തിയേക്കുന്ന ആ സമയത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും ചാണകത്തിൽ ചവിട്ടൂല, ഇവിടെ താമര വിരിയൂല, ഏതെങ്കിലും ഓടയിലോ കുളത്തിലോ മാത്രമേ ഈ താമര ഇവർക്ക് വിരിക്കാൻ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി ഇവര് ഒരിടത്തും ജയിക്കൂല, ഒരു സീറ്റ് പോലും കിട്ടൂല, 8 നിലയിലല്ല 16 നില പൊട്ടെന്നാണ് സുഹൃത്തുക്കളെ ഇവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതല്ല, ഇവർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ റിസൾട്ട് വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ അതിനുശേഷമൊക്കെ തന്നെ നമ്മളെ വീണ്ടും ചിരിപ്പിക്കാനെ കൊണ്ട് ഒരു മടിയും അവർ കാണിക്കില്ല എന്നുള്ളൊരു വലിയ സിഗ്നലാണ് സുഹൃത്തുക്കളെ അവർ നമുക്ക് തന്നിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് അതിലോട്ട് വരാം. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ജലി നായറിന്റെ മീഡിയസ് പോയിട്ട് കുറച്ച് ബൈറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വിഷുവിനോടനുബന്ധിച്ച്. അപ്പൊ അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, ഭയങ്കര രസമാണ്, നമുക്ക് കേൾക്കാം. NDA സ്ഥാനാർത്ഥി അഞ്ജലി നായരാണ് വിഷുദിനത്തിൽ ഏഷ്യനെറ്റ് ന്യൂസിനൊപ്പം ചേരുന്നത്. അഞ്ജലി, ആദ്യം തന്നെ ഹാപ്പി വിഷു. സിനിമ സ്പെഷ്യൽ വിഷു, കുടുംബത്തിനൊപ്പമുള്ള വിഷു ഒക്കെ അഞ്ജലിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വിഷു പൊളിറ്റിക്കൽ ആണല്ലേ, എങ്ങനെയുണ്ട് ഈ വിഷു? ഈ വിഷു വളരെ വേറിട്ടൊരു അനുഭവമാണ്. ഞാൻ വിഷുവിന് ഇന്നലെ തൃപ്പൂണിത്തറ ഭാഗത്തേക്കാണ് എൻ്റെ പർച്ചേസ് സംബന്ധമായിട്ട് പോയത്. 4-ാം തീയതി എന്താകും റിസൾട്ട് എന്ന് പോലും അറിയാതെ അവരേറെ സന്തോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. അത് കാണാൻ പറ്റി. അവര് എന്താണെന്ന് പോലും അറിയാതെ സന്തോഷിക്കുകയാണെന്നോ? എന്തിന്? നിങ്ങൾ പൊട്ടുന്ന കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ ഓക്കെ, നമുക്കത് മനസ്സിലാക്കാം. എന്നാണെങ്കിലും ഇത് നമ്മൾ പറഞ്ഞ കാര്യമല്ലേ, നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഒരു സീറ്റ് പോലും കിട്ടൂല, നിങ്ങൾ 8 അല്ല 16 നിലയെ പൊട്ടുന്നുള്ളത്. നമുക്ക് ആ ഒരു ന്യൂസ് ഒന്ന് കാണാം. സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുമെന്ന് ഉറപ്പില്ലാതെ BJP ഒരു സീറ്റിലും വിജയം ഉറപ്പിക്കാനാവില്ലെന്നാണ് BJPയുടെ വിലയിരുത്തൽ. നേമത്തും കഴക്കൂട്ടത്തും വിജയം ഉറപ്പില്ല എന്നും കോർ കമ്മിറ്റി കണക്ക് കൂട്ടുന്നു. പാലക്കാട് വോട്ടിന് പണം നൽകിയത് മറ്റു മണ്ഡലങ്ങളിലും തിരിച്ചടിയായി. രമേശ് പിഷാരടിയെ മൂത്താന്തറയിൽ തടഞ്ഞതും പാർട്ടിക്ക് ക്ഷീണം ചെയ്തുവെന്നും വിലയിരുത്തലുണ്ട്. ഷുക്കൂറാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ഷുക്കൂർ, BJP ഇത്തവണ 1 അല്ല 2 അല്ല 5 സീറ്റ് വരെ പ്രതീക്ഷിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തെത്തിയത്. പക്ഷേ ഇപ്പോൾ ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നുള്ള വിലയിരുത്തലാണോ ഉള്ളത്? നൗഫൽ, പാലക്കാട്, മഞ്ചേശ്വരം, നേമം, കഴക്കൂട്ടം ഈ സീറ്റുകളിലെങ്കിലും വിജയിക്കാനാകുമെന്നൊരു പ്രതീക്ഷ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർക്കുണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന BJP കോർ കമ്മിറ്റി യോഗത്തിൽ ഒരിടത്തും വിജയം ഉറപ്പിക്കാനാകില്ല എന്നൊരു വിലയിരുത്തലാണ് നടത്തിയത്. അതേസമയം മാധ്യമങ്ങളോട് അവർ വിശദീകരിച്ചത്, അതായത് അനൌദ്യോഗികമായി വിശദീകരിച്ച് 11 സീറ്റുകളിൽ വരെ വിജയ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ BJP പ്രാഥമികമായി അവർക്ക് ലഭിച്ച കണക്കുകൾ പ്രകാരമുള്ള അവരുടെ വിലയിരുത്തൽ ഒരു സീറ്റിലും നിലവിൽ വിജയ സാധ്യത ഇല്ല എന്നുള്ളതാണ്. നേമവും കഴക്കൂട്ടവും വിജയിക്കുമെന്നൊരു പ്രതീക്ഷ അവസാനം വരെ അവർ വെച്ചു പുലർത്തി. എന്നാൽ അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചപ്പോൾ, തെരഞ്ഞെടുപ്പിന് ശേഷം അത് കണക്കുകൾ പരിശോധിച്ചപ്പോൾ അവിടെയും വിജയിക്കാനാവുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവർ വിലയിരുത്തിയത്. ഇനി അസാധാരണമായ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ അവിടെ വിജയിക്കാൻ കഴിയൂ എന്നുള്ളതാണ് BJPയുടെ വിലയിരുത്തലായി ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് 2 സംഭവങ്ങൾ പാർട്ടിയെ പ്രതികൂലമായി ബാധിച്ചു എന്ന് വിലയിരുത്തലുണ്ടായി. ഒന്ന്, പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ വോട്ടിന് വേണ്ടി പണം വോട്ടർമാർക്ക് കൈമാറിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. ആ സംഭവത്തിൽ ഫലപ്രദമായി പാർട്ടിയെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ന്യായം പറയാൻ അവിടെ നേതൃത്വം ഉണ്ടായില്ല. അത് മാത്രമല്ല, അക്കാര്യത്തിൽ പാർട്ടി ഒരു കുറ്റവാളിയെ പോലെ നിൽക്കേണ്ട സ്ഥിതി ഉണ്ടായി. അത് മറ്റു മണ്ഡലങ്ങളിലും BJP പ്രതീക്ഷ വെക്കുന്ന മറ്റു മണ്ഡലങ്ങളിലും പ്രതികൂലമായി ബാധിച്ചു എന്നൊരു വിലയിരുത്തലുണ്ടായി. ഒപ്പം തന്നെ മൂത്താന്തറയിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടയുകയും അതിനെ ശോഭാ സുരേന്ദ്രൻ ന്യായീകരിക്കുകയും ചെയ്തത് വലിയ ഒരു മോശം കാര്യമായിട്ടാണ് പാർട്ടി വിലയിരുത്തിയത്. അതും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരിക്കലും വോട്ടർമാർ വെച്ചു പൊറുപ്പിക്കാത്ത സംഭവമാണ്. അത് തിരിച്ചറിയുന്നതിലും ഫലപ്രദമായി ഇടപെടുന്നതിലും സ്ഥാനാർത്ഥി അടക്കമുള്ള പരാജയപ്പെട്ടു എന്നുള്ളതും പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും പാർട്ടിക്ക് അക്കൗണ്ട് തുറക്കാനാകില്ല എന്നൊരു വിലയിരുത്തലാണ് പൊതുവായി BJPക്കുള്ളത്. ഇവറ്റകൾക്ക് ഇപ്പോഴാണോ ബോധം വന്നേ? ഇവറ്റുള്ള കേരളത്തിൽ നിന്നിട്ടാണ് ഇമാതിരി അപരാധങ്ങൾ ഇവിടുന്ന് കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളത് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. എടേ, ജനാധിപത്യത്തെ കാറ്റി പറത്തിക്കൊണ്ട് ഈ പരിപാടി കാണിക്കുമ്പോഴത്തേക്കിന് ആലോചിക്കണമായിരുന്നു. ഞങ്ങൾക്ക് ജനാധിപത്യം എന്നൊന്നും ജനാധിപത്യം ഞങ്ങളുടെ നിഘണ്ടുവിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ഞങ്ങളുടെ പറയും, അതാണ് ഞങ്ങളുടെ നിയമം, അത് അങ്ങോട്ട് കേട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് എന്തോന്നാ നിങ്ങൾ നോർത്ത് ഇന്ത്യ ആണെന്ന് വിചാരിച്ചത്.
ഇത് കേരളമാണ് ഹേ. പിന്നെ വേനൽക്കാലം ഒക്കെ അല്ലേ, ഇങ്ങോട്ടേക്ക് താമര വിരിക്കാൻ വന്നു കഴിഞ്ഞാൽ നിന്ന് കരിഞ്ഞു പോകത്തേ ഉള്ളൂ, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിലും നമുക്ക് വീണ്ടും ചിരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാക്കി വിറ്റുകൾ തരുന്നുണ്ട്. ഇനി എന്താണെങ്കിൽ നമുക്ക് ബാക്ക് ടു അഞ്ജലി നായരിലോട്ട് വരാം. സാധാരണ ചക്ക വെക്കുന്നത് സ്വാഭാവികമാണ്, പക്ഷേ അഞ്ജലിക്ക് ഇത്തവണ അത് വെക്കുമ്പോൾ മനസ്സിലൊരു അല്ലേ? തീർച്ചയായിട്ടും അത് ഞങ്ങൾ ചക്ക വാങ്ങാൻ വേണ്ടി നിർത്തിയ വണ്ടിയുടെ അടുത്തും അവർക്ക് ആകെ ഒരു ആവേശമായിരുന്നു, ഏത് ചക്ക എനിക്കെടുത്ത് തരണം, ഏതാ നല്ലത്. അഞ്ജലി നേരത്തെ പറഞ്ഞത് ചക്ക മുറിച്ചാൽ താമരയാണ്, താമര ചക്കയാണെന്നൊക്കെ പറഞ്ഞത് ഒരു കുറച്ച് ട്രോളുമായി, പക്ഷെ അഞ്ജലി അതിനൊക്കെ വളരെ മനസാന്നിധ്യത്തോടെ നേരിട്ടു അല്ലേ? മനസാന്നിധ്യത്തോടെയോ? എവിടെ വിളിച്ചെടുത്ത് ഊക്കി വിടുകയാണോ നിങ്ങള്? തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞതല്ല, ഒരു അമ്മൂമ്മ പറഞ്ഞതാണ് എൻ്റെ അടുത്ത്, മോൾ എവിടെ പോയാലും താമര ചിഹ്നം കണ്ടില്ല, അത് കുത്തൂല, വോട്ട് കുത്തില്ല, താമര കണ്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞ് പരിഭവം കാണിക്കുന്നവരോട് താമര തന്നെയാണ് ചക്ക, ചക്ക തന്നെയാണ് താമര എന്ന് മോള് പറയൂ. ഈ 4ന്റെ പ്രതീക്ഷ എത്രമാത്രമാണ്? കാരണം ഇന്ത്യയുടെ ഒരു കണക്ക് പ്രകാരം തൃപ്പൂണിത്തറയിൽ ചരിത്ര വിജയം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. എന്നാലും നമ്മൾ പടക്കക്കടയിൽ പോയപ്പോൾ എല്ലാവരും 4-ാം തീയതി എത്ര പടക്കം വാങ്ങണം എന്നുള്ള, അപ്പോൾ അതുപോലെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ പുള്ളിക്കാരനെ ആൾക്കാർ മോട്ടറാക്കി വിടുകയാണോ അതോ കാര്യമായിട്ട് പറയണമെന്നും മനസ്സിലാവണില്ല. ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക എന്ന് പറയാൻ ഏതൊരു അമ്മച്ചി പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് പടക്കം വാങ്ങണോ വേണ്ടെന്നുള്ള കാര്യം ഇവിടുന്ന് ചോദിക്കാന്ന് പറയുമ്പോഴേ, ആക്ച്വലി നിങ്ങൾക്ക് എന്തിനാണ് പടക്കം? നിങ്ങൾ സ്വയം പൊട്ടാനെ കൊണ്ട് നിൽക്കില്ല നിങ്ങളെല്ലാവരും. നിങ്ങൾക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല, 8 അല്ല 16 നില പൊട്ടുമെന്ന് നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ നിർദ്ദേശിക്കുന്നത് നമ്മളല്ലേ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും പൊട്ടും. അപ്പൊ പ്രത്യേകിച്ച് ഒരു പടക്കം വാങ്ങിച്ച് അധികം എക്സ്പെൻസ് ആക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഒരു കാര്യമുണ്ട്, എന്താണെങ്കിലും ഈ ഒരു ഇലക്ഷന് നിന്നിട്ട് കോടികൾ വാങ്ങിയിട്ട് ആളുകളുടെ മുന്നിൽ കോമാളിയായി വന്നേക്കുന്ന ചില ആളുകളുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റെന്ന് പറഞ്ഞാലും അവർക്ക് കിട്ടേണ്ട സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടി, കീശ നിറഞ്ഞിട്ടുണ്ട്, അവർക്കത് മതി. ഈ അപ്പ കാണുന്നതിനെ അപ്പാന്ന് വിളിക്കുന്ന പോലത്തെ ചില പരിപാടികൾ കാണിച്ചിരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി കാണുന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് വരാം. അതെങ്ങനെയായിരുന്നു ആളുകളുടെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? അതൊക്കെ വിജയം എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഇതിൽ 3-4 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് വന്നത് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷവും ആവേശവും ഒക്കെ ജനങ്ങളുടെ കണ്ണിൽ കണ്ട ഒരാളാണ്. നന്നായിട്ട് കണ്ടായിരുന്നു. ഞാനേ ദൃശ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ചതിച്ച ആളല്ലേ, അമ്മക്കറിയാം. എടാ അങ്ങനല്ലടാ, നിങ്ങൾക്ക് വോട്ട് ചെയ്യണം. എന്തിനു വോട്ട് ചെയ്യണം? ക്രിക്കറ്റ് കളിക്കുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്ത് പോയിട്ട് എന്ന് പറഞ്ഞേക്കുന്ന കാര്യമായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു അമ്മച്ചിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കൈ കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് അങ്ങ് പോയട്ടെ എന്ന് അമ്മച്ചി പറഞ്ഞു വിടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു കൂട്ടം അമ്മച്ചിമാരെ പിടിച്ചു നിർത്തിയിട്ട് ഇന്ന് ആരൊക്കെ എനിക്ക് വോട്ട് ചെയ്യും, കൈപൊക്കിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മച്ചിമാരെ പോലും പട്ടിപ്പുച്ഛം കാണിച്ചു വിടുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളൊരു സിനിമാ നടി ആയതിന്റെ പേരിൽ ഭയങ്കര ആകാംക്ഷ അവര് കാണിച്ചല്ലേ. എന്റെ പൊന്നി ചേച്ചി, നിങ്ങളെ ചുമ്മാ ആരൊക്കെയോ പറഞ്ഞ് മോട്ടറാക്കി വിടുകയാണ് കേട്ടോ. അവരുടെ സങ്കടങ്ങളും കണ്ട ഒരാളാണ്. കാരണം 2 പേരുടെയും ഭരണം മടുത്തു എന്ന നിലയിലായിരുന്നു നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. പക്ഷേ ടോട്ടാലിറ്റി നോക്കുമ്പോൾ തൃപ്പൂണിത്തറ മണ്ഡലം പറയുമ്പോൾ തൃപ്പൂണിത്തറ മാത്രമല്ലല്ലോ, പള്ളുരുത്തിയുടെ കൊച്ചി മുതൽ ഉദയംപേരൂർ വരെ ഉണ്ട്. എല്ലാവരും ഒരേപോലെ ചിന്തിക്കണമെന്നില്ല. അപ്പം അത് നമുക്ക് ആ ഒരു കൗണ്ട് എങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ല. അത് പുള്ളിക്കാരി പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. കുറച്ച് ആൾക്കാർ ഇതുപോലെ ഈ ഇടതുവശത്തിന്റെ വലതുവശത്തിന്റെ മാറി മാറിയുള്ള ഭരണം കാരണം ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. കാര്യം ഈ സംഘി കൂട്ടങ്ങൾക്ക് ഇവിടെ നാട്ടിലെ നോർത്തിലെ കൂട്ടൊക്കെ ആണെങ്കിൽ വലിയ കലാപങ്ങൾ ഇവിടെ സൃഷ്ടിക്കാനെ കൊണ്ട് പറ്റാത്തതിന്റെയും വർഗീയതയൊക്കെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇവിടെ മാറി മാറി ഭരിക്കുന്നുണ്ട്. സോ ആ ഒരു ബുദ്ധിമുട്ട് ചില ആളുകൾ പ്രകടിപ്പിക്കും. അത് പുള്ളിക്കാരി പറഞ്ഞേക്കുന്ന കറക്റ്റ് കാര്യമാണ് കേട്ടോ. ഇതൊക്കെ ഒരു മറക്കാനാവാത്ത അനുഭവങ്ങളോ അങ്ങനെയൊക്കെ ഈ പ്രചരണ സമയത്ത് ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഒരുപാട് പ്രായഭേദമന്യേ എൻ്റെ കൈ ചേർത്ത് പിടിച്ച് കരഞ്ഞ ആളുകളുണ്ട്. മറ്റ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാതെ, മീഡിയ കാണില്ലേന്നറിയാതെ, ആലോചിക്കാതെ അവരുടെ ഒരു മടുപ്പ്, അവർ കരഞ്ഞ ഫ്രസ്ട്രേഷനൊക്കെ കരഞ്ഞ് എന്നെ വിശ്വസിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. അതേപോലെ പള്ളുരുത്തി കച്ചേരിപ്പടി കോളനി ഭാഗത്ത് പോയപ്പോൾ കണ്ട ഒരു എലി കടിക്കുന്ന ഒരു കുടുംബം, അതൊന്നും എൻ്റെ മനസ്സിൽ നിന്നും പോകുന്ന കാഴ്ചകളല്ല. അപ്പോൾ ഒരു ഏതാൾ ഭരിക്കാൻ വന്നാലും ഒരു 100 പേരെ സന്തോഷിച്ച് ബാക്കി 10,000 ആളുകളെ വിഷമിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആരും തൃപ്തരല്ല എന്നുള്ളത് മനസ്സിലായി. BJP വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ 100% തൃപ്തരായിരിക്കും അല്ലേ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ശോഭാ സുരേന്ദ്രനെ കുറിച്ചിട്ട്. അവരുടെ തീവ്ര വാദ ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒഴുകുന്ന ഫണ്ട് വിടുന്ന അങ്ങനെ കുറേ സംഭവ വികാസങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചില ആളുകൾ ജയിച്ചു പോയേക്കുന്ന, ചില ആളുകൾക്ക് പറ്റിയേക്കുന്ന, തൃശ്ശൂർക്കാർക്കൊക്കെ പറ്റിയേക്കുന്ന ഒരു അബദ്ധമുണ്ട്, ഉന്നത കുല ജാതനാവണം എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പം അതൊക്കെയാണ് നാട്ടിലിവിടെ 100 പേരെ സന്തോഷിപ്പിച്ചിട്ട് ബാക്കി 10,000 പേരെ വേദനിപ്പിക്കുക, അങ്ങനെ ഒരു പരിപാടി. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അങ്ങനെ ഒരു പരിപാടി BJP വന്നു കഴിഞ്ഞാൽ അത് അങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. നാട്ടിൽ വർഗീയത, പിന്നെ സ്കൂളുകൾക്ക് പകരം ആരാധനാലയങ്ങൾ, മന്ദിരങ്ങൾ, ഇതൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ BJP വന്നു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത്. ഗുജറാത്ത് മോഡൽ ഡെവലപ്മെന്റ്സ്, ഗുജറാത്തിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ മുമ്പ് പല വീഡിയോസിൽ വെച്ചിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് തീരുമാനം? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇപ്പോൾ ലോകത്തെമ്പാടുള്ള മലയാളികൾ അറിഞ്ഞു കഴിഞ്ഞു ഞാൻ ഏത് പാർട്ടിയാണ് അനുഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് 4-ാം തീയതി ജയമാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല. അല്ലാത്ത പക്ഷമാണെങ്കിൽ അവരോടൊപ്പം തന്നെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഒപ്പം ഉണ്ടാവും. 4-ാം തീയതി ജയിച്ചില്ലെങ്കിലോ ചേച്ചി ഇവരുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത്. ആ റിസൾട്ട് ഒന്ന് പൊട്ടിയ ശേഷം ഈ 7 അയലത്തൂടെ കാണുക എന്തോ.
എന്താണെങ്കിലും ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എന്താണെങ്കിലും കുറച്ചധികം കാലങ്ങൾ കൂടി നിങ്ങൾക്ക് ഞങ്ങളെ ചിരിപ്പിക്കാൻ പറ്റുന്നുള്ള വിശ്വാസം എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻസ് ആളുകൾക്കിടയിൽ ഈ വോട്ടിന്റെ സമയത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്? അത് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ സോൾവ് ചെയ്ത് തന്നു എന്നുള്ളതാണ് ഒരു സത്യം. കാരണം വെച്ചാൽ നിങ്ങളുടെ പലതരത്തിലുള്ള ന്യൂസുകൾ, സ്ഥിരമായിട്ടുള്ള എന്നല്ല ബ്രേക്കിംഗ് ന്യൂസുകൾ എല്ലാവരിലേക്കും എൻ്റെ രണ്ടുപേരും ഞാൻ തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അതെനിക്ക് വോട്ടർമാരുടെ കയ്യിൽ നിന്ന് പലപ്പോഴായിട്ട് കിട്ടിയ ഒരു ഉത്തരവായിരുന്നു. അഞ്ജലി PV തന്നെയാണ് അഞ്ജലി നായർ എന്നുള്ളത്. പിന്നെ ചക്ക എന്നുള്ള ചിഹ്നവും വളരെ ട്രോളിലൂടെ എല്ലാവരുടെയും മനസ്സിലാക്കി. ട്രോള് എല്ലാവർക്കും അതുകൊണ്ട് ചിഹ്നം കറക്റ്റായിട്ട് മനസ്സിലായി. അപ്പോൾ അതൊക്കെ ഏറെ ഗുണകരമായി എന്നുള്ളതാണ്. അത്രത്തോളം ഞാൻ റീച്ചായി, അല്ലെങ്കിൽ എൻ്റെ ചിഹ്നം റീച്ചായി, എന്നത് ഇലക്ഷൻ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇത്രയും ദിവസം ഭയങ്കര ബഹളമായിരുന്നു, ഒരു ടൈറ്റ് ഷെഡ്യൂളായിരുന്നു, രാവിലെ മുതൽ വൈകുന്നേരം. ഇപ്പോൾ എന്ത് തോന്നുന്നു, എങ്ങനെയാണ്? ഞാൻ മിസ് ചെയ്യുന്നു. എനിക്ക് വളരെ കുറച്ച് ദിവസമേ കിട്ടിയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് കുറച്ച് ദിവസങ്ങളും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാവരുടെയും സങ്കടം, ഞാൻ എല്ലായിടത്തും എത്തിയില്ല എന്നുള്ളൊരു സങ്കടം എനിക്ക് ചിലപ്പോൾ തീർക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് വളരെയധികം മിസ് ചെയ്യുന്നു. ഇന്നലെയും ഞാൻ BJP പ്രവർത്തകരുടെ കൂടെയായിരുന്നു വൈകുന്നേര സമയങ്ങളിൽ. എൻ്റെ മൂത്ത മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ ബർത്ത്ഡേ അവരുടെ കൂടെയാണ് ആഘോഷിച്ചത്. അപ്പോൾ അത്ര വലിയൊരു കണക്റ്റഡായി ഫാമിലിയായിട്ട് മാറിക്കഴിഞ്ഞു പ്രവർത്തകരെല്ലാവരും. സിനിമ പ്ലാനുകളൊക്കെ തുടങ്ങി, എങ്ങനെയാണ്? ഞാൻ ഇപ്പം കഥകൾ കേട്ട് തുടങ്ങണം, കോൾസ് വന്ന് തുടങ്ങി. അപ്പോൾ എന്തായാലും എല്ലാത്തിലും ശക്തമായിട്ട് നിൽക്കാൻ തന്നെയാണ് താല്പര്യവും ആഗ്രഹവും. പിന്നെ 4-ാം തീയതി വിജയത്തിന് ശേഷം പ്ലാൻ മാറ്റണോ വേണ്ടിയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാവും തീർച്ചയായിട്ടും, ഇനി അങ്ങോട്ട് ഉണ്ടാവും. 2020 ഭാഗമായിട്ട് അങ്ങനെയൊന്നുമില്ല. നമുക്ക് അപ്പത്തെ ശരിയെന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, നമ്മുടെ നയത്തിനോട് പൊരുത്തപ്പെട്ട് പോകുന്ന കാര്യങ്ങൾ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നമ്മൾ പോകുക എന്നുള്ളതാണ്. അതെന്താ പറഞ്ഞത്? ഈ 2020 തന്നെ തുടരുമെന്ന് ചോദിക്കുമ്പോൾ അപ്പം നമുക്ക് എന്താണ് തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്യുമെന്നോ? അതെന്ത് ചേച്ചി നിങ്ങൾ അങ്ങനെ പറയണേ? നിങ്ങൾ ഈ ഒരു പാർട്ടി നിൽക്കില്ലേ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്ത് നിങ്ങൾ പറഞ്ഞ കുടുംബമാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം തോന്നുന്നു എന്താണ് അതുപോലെ ചെയ്യുന്ന മാരാർജിയാന്ന് തോന്നുന്നു നിങ്ങളുടെ ഗുരു. എന്നാണെങ്കിലും പണ്ടത്തെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളിക്കാർ പറഞ്ഞിരിക്കുന്ന ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, നമുക്ക് അതുകൂടെ കേൾക്കാം. അപ്പം നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുന്നു വിചാരിക്കണം. നമ്മൾ പുറത്ത് ഏത് പാർട്ടിയാന്ന് പോലും പറയാൻ പാടില്ല എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. ആസ് ആൻ ആക്ട്രസ് എന്ന് പറയുന്നത്, ഞാൻ എല്ലാ വേദി പോകുമ്പോൾ ചിലപ്പോൾ ഓരോ വേദി പങ്കിടുന്നത് ഓരോ രാഷ്ട്രീയക്കാരായിരിക്കും, ഓരോ പാർട്ടിയിലുള്ളവരായിരിക്കും. ഇല്ല, ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഒരുപാട് വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. കാരണം നമുക്ക് വേറൊരു പാർട്ടിയെ വിഷമിപ്പിക്കണം എന്ന് നമുക്കില്ല. എല്ലാവരും അവരുടേതായ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. നമ്മളെല്ലാം ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് എല്ലാവരോടും സന്തോഷമായിട്ട് നിൽക്കുക. പല പാർട്ടിക്കാരും അതാണ് ആ മഹാമനസ്ക് നമ്മൾ കാണാതെ പോലെ. ആ ബാക്കിയുള്ള പാർട്ടിക്കാരെ വിഷമിപ്പിക്കാനെ കൊണ്ട് ചേച്ചിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് അപ്പം എന്താണ് തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ കൊല്ലം ഇപ്പം 2020 വേണ്ടി NDA സ്ഥാനാർത്ഥിയായിട്ട് പുള്ളിക്കാരി മത്സരിച്ചെങ്കിൽ അടുത്ത കൊല്ലം ചിലപ്പോൾ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കും, അതിൻ്റെ അടുത്ത കൊല്ലം ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റിന് വേണ്ടി മത്സരിക്കും. ആരെയും വിഷമിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ലേ? നിങ്ങൾ എന്തിനിങ്ങനെ വേദനിപ്പിക്കണേ? നിങ്ങളെല്ലാരും കൂടെ മോശം കേട്ടോ. ബാക്കി പറഞ്ഞാട്ടെ. 5 വർഷത്തെ LDF സർക്കാരിന്റെ ഭരണം എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ ഒരു രീതിയിലും വിലയിരുത്തുന്ന അഭിപ്രായപ്പെടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവർ, നമുക്ക് കളി കാണാൻ ഭയങ്കര രസമാണ് പുറത്തിരുന്ന്. പക്ഷെ ആ കളിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ചിലപ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരിക്കുന്നവർ ചിലപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരൊരുപാട് വേർപ്പൊഴുക്കി, എന്താ പറയുക, ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ അധ്വാനിച്ചൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ നമ്മൾ പുറത്ത് നിന്നിട്ട് അത് പോരാ, അത് നല്ലതല്ലായിരുന്നു, അല്ലെങ്കിൽ അത് ശരിയായിരുന്നു എന്ന് പറയാൻ മാർക്കിടാൻ നമ്മളാളല്ല. ചിലപ്പോൾ നമുക്ക് ആ സ്ഥാനം കിട്ടുമ്പോൾ നമ്മൾ അത്ര പോലും ചെയ്യില്ലായിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇരുമ്പൊലക്കൊന്നും അല്ലല്ലോ, വാക്കല്ലേ മാറാം അല്ലേ? പുള്ളിക്കാരി അന്ന് ഓക്കെ പുറത്തിരുന്ന് കളി കാണുന്ന പോലല്ല കളത്തിലിറങ്ങി കളിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പുള്ളിക്കാരി അന്ന് പറഞ്ഞു. പക്ഷേ ഇലക്ഷന് മത്സരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് അത് ശരിയല്ല. നമുക്ക് ഗവൺമെന്റ് സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം ഞാൻ കൊണ്ടുവന്നിരിക്കും. ചേച്ചിയുടെ വാഗ്ദാനമായിരുന്നു. എനിക്ക് അതാണ് ചേച്ചി വേണ്ടുന്നത്. കാര്യം ഞാൻ പഠിച്ച ഗവൺമെന്റ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായിരുന്നില്ല. സീരിയസ്ലി. ഇപ്പം നിങ്ങൾ പറയും ഞങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നു. ഗൈസ്, നിങ്ങൾ പഠിച്ചത് ഇംഗ്ലീഷ് അല്ല, അതല്ല ശരിക്കുള്ള ഇംഗ്ലീഷ്. BJP പറയുന്ന ഇംഗ്ലീഷാണ് ശരിക്കുള്ള ഇംഗ്ലീഷ്. ഇത്രയും നാളെ നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. സത്യം, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും നമ്മളെ പറ്റിക്കുകയായിരുന്നു. നമ്മുടെ ചേച്ചി ഗവൺമെന്റ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരും. കളത്തിലിറങ്ങി ചേച്ചി കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചേച്ചിക്ക് മനസ്സിലായത് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം ഇല്ല എന്നുള്ളത്. ബാക്കി കേൾക്കാം. ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കൊള്ളാക്കാൻ വേണ്ടിയിട്ട് അതെന്നല്ല. ഇപ്പോൾ മോദിജിയെ പറ്റി ഒരുപാട് നല്ല ആശയങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നില്ലേ? അപ്പോൾ ഈ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ മോദിജി എന്ന് പറയാം. അതങ്ങനെ വരൂ. പിന്നെ നല്ല ആശയങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ് ആ നല്ല ആശയങ്ങൾ, എന്തൊക്കെയാണ് നല്ല ആശയങ്ങൾ? ഞാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടുള്ള ആ ഒരു വ്യക്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു അടിപൊളി കിടിലെന്ന് തോന്നിയേക്കുന്ന ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ്. ഏതാണെന്നറിയാം, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോഴത്തേക്കും അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു ലീഡർഷിപ്പ് കാണിച്ചേക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ആ കാര്യത്തിൽ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത സാധനം തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിൽ എന്താശയം എനിക്ക് മനസ്സിലാവണില്ല. ക്രിസ്മസ് ഉള്ള സമയത്ത്
ഇവിടെ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ല എന്നും പറയുന്നു, ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് ആൾക്കാരെ ഇല്ലാണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മണിപ്പൂർ കലാപം സംഭവിച്ചപ്പോഴും ഇവിടെ എന്ത് ആശയങ്ങളാണ് അവിടെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എനിക്കറിയാം, ഇപ്പൊ എന്റെ അറിവില്ലായ്മയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ പറയും എന്തൊക്കെ ആശയങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. എന്റെ പൊന്നിടാവുകയെ എന്താണെങ്കിലും കൊള്ളാം. നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇതിൽ തന്നെ തുടർന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഒരുപാട് നമ്മളെ ചിരിപ്പിക്കാനെ കൊണ്ട് നിങ്ങൾക്ക് ഓഫ് സ്ക്രീനിലും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പൊ ശരി.